ആണ്. എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ തൃശ്ശൂരിൽ നടന്ന പുലികളിയുടെ വീഡിയോ ആണിത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചക്കാമുക്ക് ദേശക്കാരുടെ പുലികളിയാണിത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലികളി നടക്കുന്നത് ഏതൊക്കെ കരക്കാരാണ് പുലികളി നടത്തുന്നത് ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പുലികളിയുടെ ഡേറ്റ് മാത്രം അറിയായിരുന്നു. ഇത് നമ്മുടെ സ്വരാജ് ഗ്രൗണ്ടിലാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അരങ്ങേറുന്നതെന്നൊക്കെയുള്ള ന്യൂസ് നമ്മൾ കേട്ടു. അങ്ങനെ ഞാനും അയ്യയും കൂടി സ്കൂട്ടറും എടുത്ത് ഞങ്ങൾ പുലികളി കാണാൻ വേണ്ടിയിട്ട് വടക്കുന്നാഥനിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അറിയുന്നത് വണ്ടി അങ്ങോട്ട് വിടില്ല, ഫുൾ ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ചക്കാമുക്ക് ദേശം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചക്കാമുക്ക് കരക്കാരുടെ പുലികളി ഇവിടെയാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കാണാമെന്നോർത്ത് ഇറങ്ങി നിന്നതാണ്. ഇതേണ്ട ഈ വെള്ള ഹാഫ് സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി ഈ കുടയുടെ അടിയിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയാണ്. കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ കുറച്ച് ദൂരത്തു നിന്നായതുകൊണ്ട് ലോങ് ഷോട്ടായിരുന്നു. അത് സൂം ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ ന്യൂസുകാരും ഉണ്ടായിരുന്നു കേട്ടോ പുലികളി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൃഷ്ണ എത്രയാ പഠിക്കുന്നേ? UKG. പുലിനെ കണ്ടേ പടങ്ങുള്ളതാ. ഇതൊരു ആവേശത്തെ ചേച്ചി നമ്മളെ തന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചി പേരെന്താ ചേച്ചി? കാർത്തിക ചേച്ചി. കാർത്തിക ചേച്ചി എവിടെന്നാ വരുന്നത്? ഇവിടെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണ്. പുലിനൊക്കെ കണ്ടോ? അങ്ങോട്ട് പോകുന്ന കണ്ടില്ല. എല്ലാവരും കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ എത്ര മണിയായി? എത്ര മണിക്ക് വന്നതാ? 1 മണിക്കൂർ. ഇപ്പൊ തന്നെ ഇറങ്ങും. എനിക്ക് പുലിവേഷം കെട്ടണ ധൈര്യക്കേടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നെ ഒരു പുലിവേഷം കെട്ടിക്കോളും എനിക്ക് തോന്നുന്നില്ല. കാരണം നോർമലായിട്ടുള്ള മനുഷ്യരെ എന്നെ പുലിവേഷം കെട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മളതല്ലാത്തത് കൊണ്ട് അവർ പുലിവേഷം കെട്ടുമെന്ന് എനിക്ക് എന്തായാലും സമ്മതിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ചക്കാമുക്ക് ദേശം എന്നുള്ളല്ലേ, അത് ഈ കരയിലെ പുലികളിയുടെ പേരാണിത്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് കരയുണ്ട്. അപ്പൊ ഈ പുലികളെല്ലാം കൂടെ വന്ന് നമ്മുടെ മെയിൻ ഗ്രൗണ്ടിൽ വന്നാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ സ്റ്റേജിലാണ് ഇവരുടെ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒരു മാർഗമില്ലായിരുന്നു. അതുപോലെ ഫുൾ പോലീസുകാരും പിന്നെ റോഡ് ബ്ലോക്കായി. നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറിൽ പിന്നെ കുഞ്ഞുണ്ടല്ലോ, അവനുമായിട്ട് തിരിച്ചു വരവൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്നാ പിന്നെ പുലികളി നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുലികളെയൊക്കെ നമുക്ക് അടുത്ത് കാണുകയും ചെയ്യാം. പുലികളിയൊക്കെ അവരുടെ 1-2 ചുവടുകളൊക്കെ വെക്കുന്നത് നമുക്ക് അടുത്ത് നിന്ന് കാണാമല്ലോ. അവനെയും കാണിക്കാം. അവനായിരുന്നു നിർബന്ധം പുലികളി കാണണമെന്നും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നാ പിന്നെ ഇവിടെ നിൽക്കാമെന്ന് ഓർത്ത് ഇവിടെ നിന്ന് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് അടുത്ത് തന്നെ നിന്ന് പുലികളി കാണാനായിട്ട് സാധിച്ചു. നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നീരവിൻ്റെ കാലൊക്കെ കഴിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. കാരണം കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഒത്തിരി സമയം കാത്തു നിന്നിട്ടാണ് ഇവര് പുലികൾ ആ മെയിൻ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് അവർ റോഡിലേക്ക് വന്നത്. ഒത്തിരി സമയം എടുത്തു. കാരണം ഇവരുടെ മേക്കപ്പിനൊക്കെ അധികം സമയം എടുക്കുമല്ലോ. നല്ല ഹെവി മേക്കപ്പ് അല്ലേ. അതായത് ശരിക്കും ഒരു പുലിയെ പോലെ തന്നെയല്ലേ അവർ ഇറങ്ങി വരുന്നതേ. അപ്പോൾ ആ മേക്കപ്പിനൊക്കെ അധികം സമയം എടുത്തു. അപ്പം കുറേ സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് അതായത് നീരവിനെയും പിടിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ വീഡിയോസ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എത്രത്തോളം വീഡിയോസ് നന്നായി എന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക.
നമുക്കില്ല പോലെ നമുക്കില്ല, നമ്മളില്ലല്ലോ ഇത്. ഈ പുലികൾ പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ ആയിരിക്കും ആദ്യ താളം നമ്മൾ വെക്കുന്നത്. അവരുടെ ആദ്യ ചൂട് വയ്ക്കുന്ന സ്ഥലം ഇതായിരിക്കും. അതിനുശേഷം ആ പുലികൾ ഇവിടെ ഈ നഗരത്തിൽ കടക്കും. എത്ര നേരം വന്നിരിക്കുന്നത്? 1 മണിക്കൂറായി. പുലി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. കാരണം ഇവിടെ നിന്ന് തന്നെ പന്തളത്തിൽ തന്നെ എല്ലാ കൊല്ലം വരാനാണ്.